കുട്ടികൾ ഒറ്റയ്ക്കാണോ പടക്കം പൊട്ടിച്ചത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? പ്രവിധ, ഇന്ന് രാവിലെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ കണ്ണൂരിൽ പലയിടത്തും ആഹ്ലാദ പ്രകടനം ഉണ്ടായിരുന്നു. അഴീക്കോടും അത്തരത്തിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്നു. ലഡു വിതരണവും പടക്കം പൊട്ടിച്ചും അവർ പുതിയ സർക്കാർ അധികാരമേറ്റതിൻ്റെ ആഘോഷ പ്രവർത്തനങ്ങളിലായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. ഇപ്പോൾ UDF പ്രവർത്തകർ ഈ പടക്കം പൊട്ടിച്ചതിന് ശേഷം വന്ന അവശേഷിപ്പുകൾ അത് അവിടെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പുന്നക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഈ അവശിഷ്ട ഈ പടക്കങ്ങൾ അവിടെ അതിന് പിന്നാലെ ഈ കുട്ടികൾ അത് വന്ന് അതെടുത്ത് കളിക്കുകയായിരുന്നു. അതിൽ 4 കുട്ടികളുണ്ടായിരുന്നു. അതിൽ ഈ കുട്ടികൾ ഒരു പടക്കമെടുത്ത് തീ കൊളുത്തി എറിഞ്ഞപ്പോഴാണ് അമാൻ എന്ന് പറയുന്ന കുട്ടിയുടെ കഴുത്തിൽ ഈ പടക്കം കൊണ്ട് അവിടെ ഭാഗത്തെത്തിയപ്പോൾ പൊട്ടിയത്. കഴുത്തിൽ ഗുരുതരമായിട്ടാണ് കുട്ടിക്ക് പരിക്കേറ്റത്. ഉടൻ തന്നെ നാട്ടുകാരെല്ലാം ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മറ്റ് 3 കുട്ടികൾ, ഈ കളിച്ചുകൊണ്ടിരുന്ന മറ്റു 3 കുട്ടികൾക്കും നിസ്സാരമായിട്ടുള്ള പരിക്കാണ് ഏറ്റത്. എന്തായാലും സങ്കടകരമായ ഒരു വാർത്തയാണ് ഇന്ന് ഈ സത്യപ്രതിജ്ഞാ ദിവസം തന്നെ ഉണ്ടായത്. ഇതിന്റെ